എന്ത് സീഡാണ് ഇപ്പോൾ ചാമ ആയിക്കോട്ടെ, ഫ്ലെക്സ് സീഡ് ആയിക്കോട്ടെ, നമ്മൾ ഒരു 18ഓളം മണിക്കൂർ കുതിർത്ത് വെക്കണം. കുതിർത്ത് വെച്ചിട്ട് അതിലുള്ള ടോക്സിക് ഒക്കെ പോകണം. എല്ലാ സീഡുകളിലും ടോക്സിക്സ് ഉണ്ട്. ഇപ്പം ബദാമും പറയല്ലോ, നമ്മൾ ബദാം കഴിക്കുമ്പോൾ സ്കിന്ന് കഴിക്കരുത്, അത് വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഈ ബദാമിൻ്റെ തൊലിക്കകത്ത് അല്പം ടോക്സിക് ഉണ്ട്. അപ്പോൾ ആ സ്കിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് അത് കഴിക്കുന്നത്. അങ്ങനെ അതേപോലെ തന്നെ റാഗിയുടെയൊക്കെ സ്ഥിതി. റാഗി എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറത്തെ തൊലി നമുക്ക് ഒരിക്കലും ദഹിക്കുകയില്ല. പുറത്ത് റാഗിയുടെ തൊലി മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും നല്ല ഡൈജഷൻ സിസ്റ്റം ഉള്ളത് പശുവിനാണ്. 2 ടൈം അതായത് ഇറക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ. പക്ഷെ എന്നാലും തക്കാളി കഴിച്ച പശു ചാണകം ഇട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് തക്കാളി മുളച്ച് വരാറുണ്ട്. തക്കാളിയുടെ കുരു ഇല്ലേ, ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പം അതിൻ്റെ സീഡ് നമ്മുടെ ശരീരത്തിൽ ദഹിക്കുമോ? നമ്മുടെ ശരീരത്തിൽ എത്തുന്ന സമയത്ത് അത് മീത്തൈൽ ഗ്യാസായി അത് നേരെ കുടലിലേക്ക് തള്ളും. ഈ ദഹിക്കാത്ത സാധനത്തിന് എപ്പോഴും ശരീരം കുടലിലേക്ക് തള്ളി അവിടെ ഇടും. അവിടെ ഇട്ടിട്ടത് മീത്തൈൽ ഗ്യാസ് ആക്കി. അപ്പം നമ്മൾ പറയും, ഓ റാഗി ഞാൻ കഴിച്ചു, എനിക്ക് ഗ്യാസാണ്. റാഗി ഗ്യാസ് ഒന്നുമല്ല, റാഗിയുടെ സ്കിന്നാണ് നമുക്ക് കഴിക്കേണ്ട രീതിയിൽ കഴിക്കാത്തതുകൊണ്ടാണ്. അതെ.